വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ജനുവരി 2026 ജനുവരി 1 വരേക്കുള്ള നമ്മുടെ മഹത്തായ പരിപാടികളുടെ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ തലങ്ങളിൽ ജില്ലാ നേതൃത്വം മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാതല സൗഹൃദ സംഗമങ്ങൾ നടക്കും. അതേപോലെ തന്നെ എല്ലാ ജില്ലകളിലും വളരെ കൃത്യമായ നിലയ്ക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ട് മുതൽ സജീവമായി സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതാണ്. ഒപ്പം മാധ്യമ രംഗത്ത് ഇസ്ലാം വിരുദ്ധമായ സമീപനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ വ്യവസ്ഥാപിതമായ മാധ്യമ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൻ്റെയും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെയും ചരിത്രം കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന വിധം ഹിസ്റ്ററി കോൺഫറൻസ് തലസ്ഥാന ജില്ല കേന്ദ്രീകൃതമായി നടക്കുന്നുണ്ട്. അതേപോലെയുള്ള വിവിധമായ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. സമാപന സമ്മേളനം 2026 ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകൃതമായി നടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടികളുടെ എല്ലാം തലവാചകം മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കുന്നത് നമുക്കിപ്പോൾ വിശദമായി പറയാനുള്ള സമയം കുറവായതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ പ്രമേയമായി ഉയർത്തിപ്പിടിച്ചത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്ന സിറാത്തുൽ മുസ്തഖീമിനെ പ്രതിനിധീകരിക്കുന്ന 70 വർഷത്തിന്റെ നേരിന്റെ പ്രസ്ഥാനമായ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വളരെ പ്രധാനമായ ഒരു മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിച്ചത്. ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത്. ഉറച്ച ആദർശം എന്ന് പറയുന്നത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആദർശമാണ്. അശ്അരി, മാതുരിദി അഖീദകളെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സുന്നികളാണ്. അവരേത് ഭാഷ സംസാരിച്ചാലും ഏത് പ്രദേശത്ത് ജീവിച്ചാലും അയാൾ അശ്അരിയാണോ അല്ലെങ്കിൽ മാതുരിദിയാണോ എങ്കിൽ അവരെ സുന്നികളാണെന്ന് അംഗീകരിക്കാനുള്ള ആർജവവും നിശ്ചയദാർഢ്യവും കേരളത്തിൽ പ്രകടിപ്പിച്ച മഹത്തായ പ്രസ്ഥാനമാണ്. അഭിമാന പുരസ്സരം നമുക്ക് പറയാം ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. എന്റെ സംഘടനയിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് 2024 പ്രസംഗിക്കുന്ന വളരെ ദുഃഖകരമായ പശ്ചാത്തലം നേതൃതലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് അശ്അരിയത്തിനെയോ മാതുരിദിയത്തിനെയോ സ്വീകരിക്കുന്നവർ മുഴുവനും അവർ ഏത് സംസ്ഥാനത്തുള്ളവരായിരുന്നാലും ഏത് ഭാഷ പറയുന്നവരായിരുന്നാലും ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും സുന്നികളാണ് എന്ന ഉറച്ച നിലപാട് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്നത്. ഒപ്പം അഭിമന്യരായ പ്രിൻസിപ്പൽ ബാഖിയാത്തു സാലിഹാത്ത് ഉമ്മുൽ മദാരിസിന്റെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ അഭിമന്യരായ ഇന്നത്തെ പ്രിൻസിപ്പൽ ബഹുമാനനായ അബ്ദുൽ ഹമീദ് ഹസ്രത്ത് ദാമത്ത് ബറകാതുഹു വഹഫദഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞതുപോലെ ഇവിടെ രിദ്ദത്തിന്റെ അതിരൂക്ഷമായ കടന്നുകയറ്റങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സർവമതവും സർവവേദവും സത്യമാണെന്ന് മൗലവി പട്ടമണിഞ്ഞുകൊണ്ട് കേരളത്തിൽ തഫ്സീറുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധമായ സമീപനങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിതാന്തമായ ജാഗ്രതയും ശക്തമായ പ്രവർത്തനങ്ങളും നമുക്കൊരു വർഷം സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബിദ്അത്ത് എന്ന് പറയുന്നത് നരകപ്രവേശനത്തിന്റെ വഴിയാണ്. അശ്അരി മാതുരിദി അംഗീകരിക്കാത്ത, സരണകളെ അംഗീകരിക്കാത്ത ബിദ്അത്തിന്റെ കക്ഷികൾ, അവരുടെ പേരെന്തായിരുന്നാലും സംഘടനാ നാമങ്ങൾ എന്തായിരുന്നാലും അശ്അരി മാതുരിദി സരണകളെ അംഗീകരിക്കാത്തവർ പച്ച മുബ്തദിഅകളാണ്. റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ നരകത്തിലാകുന്നു എന്നാണ്. അതുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ബിദ്അത്തിനോടും അതിന്റെ മുഴുവൻ പ്രസ്ഥാനങ്ങളോടും അതിന്റെ മുഴുവൻ പ്രവർത്തന രീതികളോടും നഖശികാന്തം അടിസ്ഥാനപരമായും ആത്യന്തികമായും വിയോജിച്ചു നിൽക്കുകയും കഴിഞ്ഞ 70 വർഷമായി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അഹ്ലു സുന്നത്തിനെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഈ മഹത്തായ മൂല്യത്തെയാണ് ഉറച്ച ആദർശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുമയുള്ള ഉമ്മത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയവരാണ്. ഉമ്മത്തെ മുഹമ്മദിയ അലാ സ്വാഹിബിഹാ അഫ്ളലു സ്വലാത്തി വത്തസ്ലീം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് കരുണയും അങ്ങേയറ്റം കൃപയും ഉള്ളവരായി നമ്മൾ മാറും. നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ ആ നിലപാടിൽ നിൽക്കുന്നവരാണ്. ഉമ്മത്തിന്റെ പൊതുകാര്യങ്ങളിൽ യോജിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഉമ്മത്ത് എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമെന്ന് അംഗബലത്തിന്റെ പേരിലല്ല, നിലപാടിന്റെ പേരിൽ പറഞ്ഞാൽ ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വളരെ കൃത്യമായ
ഉമ്മത്ത് എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നലെ ജാമിയ ബദരിയയുടെ കാമ്പസിൽ അഭിമന്യരായ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയെ സാക്ഷി നിർത്തി അവിടുത്തെ പ്രിൻസിപ്പൽ ബഹുമാനായ തൗഫീഖ് മൗലവി പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് വളരെയധികം സന്തോഷഭരിതമായി. നമ്മളെല്ലാവരും പറയുന്നത് പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ തീവ്രവാദം ആരോപിക്കുകയും ഈ മുസ്ലിം സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത മറയില്ലാത്ത ഫാസിസത്തിന് തലവെട്ടാൻ നമ്മുടെ തലകളെ പിടിച്ചു കൊടുക്കുന്ന മുസ്ലിം നേതൃത്വങ്ങളിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ പടിക്ക് പുറത്തു നിർത്തി മാനസികമായി കാണേണ്ടതുണ്ട് മുസ്ലിം സമുദായം. ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ദേശീയതയും അഖണ്ഡതയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ നമ്മളറിയുന്നത് കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല. അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞ് വർഗീയത ആരോപിക്കുകയും തീവ്രവാദം പറയുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തോട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70-ാം വാർഷികം അസന്നിഗ്ധമായി പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികമായ വ്യവഹാരങ്ങളോടുള്ള അനീതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തൗബ ചെയ്യേണ്ട മടങ്ങേണ്ട കാര്യമാണ്. ഉമ്മത്തിനെ ഏകീകൃതമായി കാണുകയും വിദഅത്തിനെ അകറ്റേണ്ട ഘട്ടങ്ങളിൽ അകറ്റി നിർത്തുകയും ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യേണ്ട അതിമഹത്തായ ദൗത്യം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിശക്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മഹല്ലിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അഭിമതനായ നമ്മുടെ ശൈഖന പറഞ്ഞതുപോലെ മഹല്ലിന്റെ ഇസ്ലാമികമായ തലങ്ങളെ സർവോപരി ഭംഗിയാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് മാത്രം പറഞ്ഞ് സമയപരിധിയെ ഏറ്റവും അധികം മാനിക്കേണ്ട ആൾ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ വിനീതമായ വാക്കുകൾക്ക് വിരാമം നൽകുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.